പാലക്കാട് റെയിൽവേ കോളനി അത്താണിപ്പറമ്പിൽ വള്ളിക്കോട് സ്വദേശി വേണുഗോപാലിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണിത്. മണ്ണാർക്കാട് സ്വദേശി രമേശ്. ഇരുവരും പാലക്കാടും പരിസര പ്രദേശങ്ങളിലും ആക്രി പറക്കുവെറ്റി ജീവിക്കുന്ന ആളുകളാണ്. സംഭവത്തെക്കുറിച്ച് പറയാം. താണാവിലെ ഫർണിച്ചർ കടയുടെ തിണ്ണയിലാണ് ഇരുവരും അന്തിയുറങ്ങുന്നത്. ഇരുവരും സംഭവ ദിവസം രാത്രിയിൽ മദ്യപിച്ചിരുന്നു. എന്നാൽ പ്രതിയായ രമേശ് വാങ്ങിയ ക്വാർട്ടറിൽ പകുതി മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ബാക്കി രാവിലത്തെ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്നു. എന്നാൽ പുലർച്ചെ 2 മണി കഴിഞ്ഞ സമയത്ത് രമേശ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ തന്റെ അരക്കെട്ടിനുള്ളിൽ വെച്ചിരുന്ന മദ്യം വേണുഗോപാൽ കഴിക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. കിടക്കാൻ വിരിച്ച ചാക്കിനടിയിൽ സൂക്ഷിച്ച കോൺക്രീറ്റ് കുത്തിപ്പൊളിക്കാൻ ഉപയോഗിക്കുന്ന ഇരുമ്പ് ഉളി കൊണ്ട് വേണുഗോപാലിനെ കുത്തി. ആദ്യം തടയാൻ ശ്രമിച്ചെങ്കിലും കണ്ണ് തകർത്ത് കിട്ടിയ കുത്തിൽ സകലതും നിയന്ത്രണം നഷ്ടപ്പെട്ടു. എന്നിട്ടും വാശി തീരാതെ രമേശ് തുരുതുരാ കുത്തി. സംഭവത്തിന് ശേഷം രമേശ് ഒലവക്കോട് ഭാഗത്തേക്കും വേണുഗോപാൽ റെയിൽവേ കോളനി ഭാഗത്തേക്കും നടന്നു. ബസ് ഡ്രൈവറായിരുന്ന രമേശ് 3 മോഷണക്കേസിലെ പ്രതിയാണ്. ഡ്രൈവറായി ജോലി ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് ഒരു പണിയും എടുക്കാതെ തെരുവിൽ കഴിയുന്നതെന്നാണ് രമേശ് പറയുന്നത്. കാരണം 2 നേരം ഭക്ഷണം ആരെങ്കിലുമൊക്കെ കൊണ്ടു നൽകും. ആക്രി പറക്കിയും എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചും കിട്ടിയത് കൊണ്ട് മദ്യം വാങ്ങി കുടിക്കും. ജീവിതം സുഖം. മുമ്പും രമേശ് ഇതുപോലെ ആളുകളെ ആക്രമിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. തെരുവിൽ കഴിയുന്ന ആളുകൾ ആയതുകൊണ്ട് തന്നെ ആർക്കും പരാതിയും ഉണ്ടായില്ല. വേണുഗോപാലിനെ കൊലപ്പെടുത്തിയതിൽ തനിക്ക് യാതൊരു വിഷമവും ഇല്ലെന്നും ജാമ്യത്തിലെടുക്കാൻ തനിക്ക് ആളുണ്ടെന്നുമാണ് രമേശ് പറയുന്നത്.